അപ്പോൾ ഓൾമോസ്റ്റ് റെനോവേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വീട് ഫുള്ള് കവർ ചെയ്തൂല്ലേ. പിന്നെ ഒരു ഹോം ടൂർ ഒക്കെ നടത്താൻ മാത്രം വലിയൊരു വീടൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഹാളൊന്ന് കാണാം. അപ്പൊ ഇതാണ് മെയിൻ ഡോറ്. അപ്പൊ മെയിൻ ഡോറിന്റെ ഈ ഒരു കലണ്ടർ തൂക്കിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ വീടെ ആ ഒരു ബോർഡ്, അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കലണ്ടർ ഇവിടെ തൂക്കിയിട്ടേക്കണേ. അപ്പൊ അതൊരു വൃത്തികേടാണല്ലോ, അപ്പൊ അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വന്ന് നമ്മൾ മെയിൻ ഡോർ തുറന്നാൽ ആദ്യം കാണാൻ നമ്മുടെ ഡൈനിങ് ഒരു സ്പേസ് ആണ്. അപ്പൊ അത് കുറച്ചൊരു നമുക്ക് പ്രൈവസിനെ ബാധിക്കുമെങ്കിലും നമ്മുടെ വീട്ടിലേക്കൊന്നും അങ്ങനെ അധികം ആരും വരാറില്ല. അതുകൊണ്ട് വരികയാണെങ്കിൽ തന്നെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിലല്ലേ, അല്ലാതെ എപ്പോഴും ഫ്രണ്ട്സും അല്ലെങ്കിൽ പല ആൾക്കാരും വന്ന് എവറി വീക്ക് ബിസി ആയിട്ടിരിക്കുന്ന വീടല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൈവസി ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം അങ്ങനെ എപ്പോഴും ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന വെച്ചാൽ വീക്കെൻഡ്സിലൊക്കെയാണ് നമ്മൾ ഒരുമിച്ചിരുന്നിട്ടൊക്കെ ഫുഡ് കഴിക്കാറ്. അല്ലാത്ത സമയത്ത് എല്ലാവരും ഓരോ ടൈമിലാണ്. രാവിലെ കുട്ടികൾ ഫസ്റ്റ് കഴിച്ചിട്ട് അവർ സ്കൂളിൽ പോകും, പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൈനിങ് ടേബിൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാ ഫുഡ് കഴിക്കാറുള്ളൂ. സോഫയിൽ പോയിരുന്ന് കഴിക്കാറേ ഇല്ല. അത് ഞാൻ ഒരു എന്താ പറയാ നിഷ്ഠ പോലെ, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ സോഫയിലിരുന്ന് കഴിക്കില്ല എന്നുള്ളത്. ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ കഴിക്കാറുള്ളൂ മാക്സിമം. എന്തെങ്കിലും ചായയോ കാപ്പിയൊക്കെ വേണമെങ്കിൽ ഞാൻ സോഫയിലിരുന്ന് കുടിക്കും, പക്ഷെ ഇത് ചെയ്യാറില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. കുട്ടികൾക്കും ഞാനിപ്പോ പുതിയ സോഫ വന്നതിന് ശേഷം ഞാനത് നിർബന്ധമാക്കി, സോഫയിലിരുന്ന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രോക്കറി ഷെൽഫ് എന്നൊക്കെ പറഞ്ഞ ഒരു കൂടി പോവും. ക്രോക്കറി ഷെൽഫ് അല്ല, നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സമയത്ത് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമുക്കിത് റീയൂസ് ആവുമ്പോൾ ക്രോക്കറി ആയിട്ട് യൂസ് ചെയ്യാവുന്ന, വാങ്ങുന്ന സമയത്ത് ഡ്രസ്സിനായിട്ട് വാങ്ങിയതാണെങ്കിലും പിന്നീട് ഇത് ക്രോക്കറി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് അടിയിലൊക്കെ നമ്മൾ കുറച്ച് ഈ വാഫിൾ മേക്കർ, അങ്ങനെയുള്ള ഓവന്റെ കുറച്ച് ആക്സസറീസ്, മിക്സിയുടെ കാര്യങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ചെയ്യും. പിന്നെ എനിക്ക് പറഞ്ഞ പോലെ ക്രോക്കറി ഐറ്റംസും വലിയ കളക്ഷൻ ഒന്നുമില്ല, ഉള്ളത് ജസ്റ്റ് ഭംഗിക്ക് അവിടെ വെച്ചു എന്നേ ഉള്ളൂ. അതൊരു ആവശ്യമായിരുന്നു കുറച്ച് സെറാമിക് ഐറ്റംസ് ഒക്കെ വെക്കാൻ. പിന്നെ പൂജാ റൂം ഈ ഒരു ഭാഗത്താ വരണേ. അപ്പൊ പൂജാ റൂം ഞാൻ പറഞ്ഞില്ലേ, റെനോവേഷനിൽ ഞാൻ വേറൊരു ടൈപ്പ് കുറച്ചും കൂടി നല്ല സ്റ്റോറേജും ഒക്കെ ആയിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ അത് നടന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതായിരിക്കും റെനോവേറ്റ് ചെയ്യാൻ പോണേ. ആദ്യമായിട്ട് ഈ ഒരു പൂജാ സ്പേസ് നന്നായിട്ട് വേറൊരു കളർ തീമിൽ മാറ്റണം എന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ മുമ്പത്തെ സോഫ പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലാവും, അതും ഗ്രീൻ തന്നെയാണ്. അപ്പോൾ അത് ശരിക്കൊരു ഫുള്ളി എന്താ പറയാ നല്ലൊരു സീറ്റിങ്ങോട് കൂടിയിട്ടുള്ളതായിരുന്നു, നല്ല കംഫർട്ടബിളും ആയിരുന്നു. 2-3 പ്രാവശ്യം നമ്മൾ അതിന്റെ സ്പോഞ്ചൊക്കെ മാറ്റിട്ടോ, ഇടയ്ക്ക് ഒരു 2-3 വർഷം കൂടുമ്പോൾ. അത് വാങ്ങി കുറേ വർഷമായിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തന്നെയായിരുന്നു. പക്ഷെ സ്പേസ് സേവിങ്ങിനും പിന്നെ സോഫ കംഫർട്ട് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സോഫ മാറ്റിയത്. പിന്നെ ഗ്രീൻ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് ഗ്രീൻ തന്നെ വാങ്ങിച്ചു എന്ന് മാത്രം. നമ്മളുടെ ഈ സേജ് ഗ്രീൻ എന്നാണ് കേട്ടോ ഈ പെയിന്റിന്റെ പേര്, ഏഷ്യൻ പെയിന്റ്സിന്റെ സേജ് ഗ്രീൻ. അപ്പൊ അത് കുറേ നമ്മള് പിൻട്രസ്റ്റിലും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കളർ തീമിലേക്ക് എത്തിയത്. ഞാൻ അതിന്റെ സ്റ്റോറി പിന്നെ പറയാം. ഇത് നമ്മളുടെ പുതിയ അക്വേറിയാണ്. അതായത് ആ ഒരു റെനോവേഷൻ ടൈമിൽ പെയിന്റിങ് നടക്കുന്ന സമയത്ത് നമ്മളുടെ പഴയ അക്വേറിയത്തിന് ഒരു ഇടിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇളക്കി ലീക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ നിലത്ത് ഫുള്ള് വെള്ളമായി. അങ്ങനെ കുറേ മീനുകളെ നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒരു ബക്കറ്റിലൊക്കെ ഇട്ട് വെച്ച് അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ആ ഒരു അക്വേറിയം നമ്മൾ പണ്ട് കൊളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിന്റെ വീഡിയോ ഞെട്ടുണ്ടായിരുന്നു. ഫിഷ് മാർക്കറ്റ് ഉണ്ട്, ഇതുപോലെ അക്വേറിയം ഫിഷും പെറ്റുകളൊക്കെ വാങ്ങണ ഒരു സ്ഥലം. അവിടെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ച അറേഞ്ച് ചെയ്തതായിരുന്നു പോട്ടഡ് അക്വേറിയം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് നാശമായല്ലോ. അപ്പൊ അത് നാശമായപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് ആള് തന്നെ, അവിടെ ഒരു ഷോപ്പിലെ ആള് തന്നെ സെറ്റ് ചെയ്ത് തന്നതാണിത്. ഇൻഡോർ എന്ന് പറയാൻ പറ്റില്ല, വെള്ളത്തിനുള്ളിലെ അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. അപ്പൊ അത് ലൈറ്റിങ്ങോട് കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് ഓഫീസിൽ നിന്ന് തന്ന ഒരു ഗിഫ്റ്റാണ്, ബുദ്ധയുടെ സ്റ്റാച്ചു. അത് ഞാനിവിടെ ബോധിമരം കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ CC പ്ലാന്റ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് രസം ഉണ്ടാവുക. ഇതും എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പൊ എൻ്റെ കൃഷ്ണനല്ലായിരുന്നു, വേറൊരു ഡോളായിരുന്നു. അതിനെ മാറ്റി ഞാൻ കൃഷ്ണനെ വെച്ചതാ. കൃഷ്ണൻ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാട്ടെ എന്ന് വിചാരിച്ചു ഇവിടെ ഇരുന്നിട്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റും ഇതുപോലെ ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാ.
ഇവിടെ ചെയ്തതൊക്കെ പലതും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വയറ് മറയ്ക്കാനാണ് ഞാൻ ഇത് ഇവിടെ വെച്ചത്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു തഞ്ചാവൂർ ഡോള്. അത് കുറെ വർഷങ്ങളായിട്ട് എൻ്റെ അടുത്തുള്ളതാട്ടോ. പിന്നെ ഇവിടെ ഈ കർട്ടൻ ഇട്ടിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, വയറിംഗ് ഒക്കെ. ഇതാണ് കേട്ടോ ഞാൻ ഒരു റെഫറൻസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഈ ഒരു പിൻട്രസ്റ്റ് പിക്ചേഴ്സ് വെച്ചിട്ടാണ് ഞാൻ കുറച്ചൊക്കെ, പക്ഷെ അതുപോലെ ഒന്നും വന്നിട്ടുണ്ടാവില്ല. അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അത് കുറച്ച് ഓപ്പൺ സ്പേസ്, ലൈറ്റ് കിട്ടുന്ന സ്പേസ് ആയിരിക്കും. നമ്മളുടെ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലെഫ്റ്റ് വിൻഡോ വരുന്ന സ്ഥലത്ത് വേറൊരു ഫ്ലാറ്റ് ആണ്. അപ്പൊ നമുക്ക് ലൈറ്റിങ്ങിന് നല്ലൊരു ചാലഞ്ചിങ് ആണ്. കാരണം എല്ലാം മറ്റേ കർട്ടനൊക്കെ മാറ്റിയിട്ടാലും നല്ല ലൈറ്റ് വരുള്ളൂ. അതും വിന്ററൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും ലൈറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഈ ഒരു ഷെൽഫും പണ്ട് വേറൊരു സ്ഥലത്തുണ്ടായിരുന്നതാണ്. അപ്പൊ ഞാൻ ഈ ഒരു പ്ലേസ് ഒഴിഞ്ഞു കിടക്കണോണ്ട് കളയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ടിവിയുടെ മുകളിൽ എന്തായാലും ഒരു കുഞ്ഞു ഷെൽഫ് ആവശ്യമുണ്ട്. അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തോന്നുള്ളൂ. ഇതിന്റെ കളർ ബ്രൗൺ ആയതുകൊണ്ട് ആണ് ഞാൻ ആ ഒരു അക്വേറിയത്തിന്റെ സ്റ്റാൻഡും ആ ഒരു കളറിനെ കീപ്പ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വാൾപേപ്പർ PVC വാങ്ങിച്ചിട്ട് ഒട്ടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, സെയിം കളർ തീം ആവാൻ. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ രണ്ട് കളറും അവിടെ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് നിൽക്കണോണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഒന്നും ചെയ്യണ്ട. പിന്നെ മെയിൻ ആയിട്ട് ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് വാളുകളൊക്കെ മാക്സിമം ഒഴിച്ചിടാം കുറച്ചു കാലത്തേക്കെങ്കിലും. ഇവിടെയൊക്കെ ശരിക്കും ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അപ്പോ വിചാരിച്ചു അവിടെ പൊടിയൊക്കെ കയറി നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറെ വാൾസ് ഇപ്രാവശ്യം ഒഴിച്ചിടാമെന്ന്. കുറച്ച് കാലം കഴിയണവരെ ബോറടിക്കുമ്പോൾ നമുക്ക് മാറ്റാം. ഈ ഒരു പ്ലേസ് ആണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. എന്നെ മാത്രമല്ല ഹസ്ബൻഡും അതെ ഇവിടെ ഇരുന്നിട്ടാണ് ഫിഷ് അക്വേറിയത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആലോചിക്കാറ്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. പിന്നെ ഞാൻ സോഫയിൽ ഇരുന്നിട്ടാണ് മാക്സിമം ഇതുപോലെ ഇപ്പോഴാണ് തുടങ്ങിയേക്കണേ ഇങ്ങനത്തെ കുറച്ച് പ്ലാനിങ് ഒക്കെ. അപ്പോൾ അതൊക്കെ ചുമ്മാ എഴുതണത് ഇതൊക്കെ ഞാൻ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടിട്ടതാട്ടോ. ഈ ക്ലിപ്പൊക്കെ വീട്ടിലാരും ഇല്ലല്ലോ, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ ഇടയിൽ എനിക്കൊരു പ്ലാൻ സ്റ്റാൻഡ് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതേ അളവിലൊക്കെ കുറച്ച് അങ്ങോട്ടും കൂടി നീക്കിടാം. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് പ്ലാൻ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഒരു 2-3 ചെടിയും കൂടി ഇവിടെയൊക്കെ കുത്തി കെട്ടണമെന്നുണ്ട്. അക്വേറിയത്തിന്റെ മുകളിലും വെക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ആ ഗ്രീൻ കളറ് മാക്സിമം കാണണമല്ലോ പെയിന്റ്. അപ്പൊ അത് മറക്കണ പോലെ ഒന്നും വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്. ഇത് നമ്മളുടെ ഡോറിൽ ഞാനിങ്ങനെ പഴയ നമ്മൾ വാങ്ങിച്ച് തൂക്കിയിട്ടുള്ള സാധനങ്ങള്, ഇതൊക്കെ നമ്മളുടെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ് എൻ്റെ ഓഫീസിലുള്ള ഒരു കുട്ടി. അതൊക്കെ അവിടെ ഇവിടെയും അവരുടെ ഓർമ്മയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇതും അതെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ്. പൂജാ റൂമിലെ ആൾക്കാരനെ നമ്മൾ അധികം ഉപദ്രവിക്കുന്നില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാട്ടോ ഇത് ഞാൻ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളുടെ ഇതാണ് കുട്ടികളുടെ റൂം. അവരുടെ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, കോമൺ ബാത്റൂം. അപ്പൊ അതിന്റെ നേരെ നമ്മളൊരു ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു, അത് കുറച്ച് ഇങ്ങനെ നാശമായി ഉണ്ടായിരുന്നു, വെള്ളമൊക്കെ തട്ടിയിട്ടും. അതും കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യണതായതുകൊണ്ട് അത് ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗ്യാസ് കുറ്റി കേട്ടോ, ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അതിനൊരു ഉടുപ്പിട്ടിട്ട് അവിടെ ഇട്ട് വെച്ചേക്കാണ്. ഇതിന്റെ ഡ്രസ്സിംഗ് ടേബിളിന്റെ അടിയിൽ തന്നെയാണ് നമ്മളുടെ ലോണ്ടറി ബാസ്ക്കറ്റ് വെച്ചേക്കണേ. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ എല്ലാവരുടെയും 4 പേരുടെയും പെർഫ്യൂംസ്, പിന്നെ ടാൽക്കം പൗഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കൺമഷി, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാവരുടെയും ഉണ്ട് ഇതില്. കുട്ടികളുടെ മെയിനായിട്ട് അവരുടെ ഓർണമെന്റ്സും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുവച്ചാൽ നമ്മൾ മറക്കും ഇടാൻ. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ നേരെ കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരുമല്ലോ. അപ്പൊ അങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിലൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും മുകളിൽ മെഡിസിൻസിന്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ അതിന് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഒരു എക്സ്ട്രാ വയറിംഗ് ഒക്കെ കൊടുത്തിട്ട് ഒരു ലൈറ്റും ഒക്കെ ഇവിടെ ഫിക്സ് ചെയ്തു. ഇതാവുമ്പോൾ കോമ്പാക്റ്റ് ആണ്, നമുക്ക് ക്ലീൻ ചെയ്യാനോ ഒന്നും ബുദ്ധിമുട്ടില്ല. ഇത് സ്ലൈഡിങ് ആയതുകൊണ്ട് നമുക്ക് അവിടെ വഴിയൊന്നും തടസ്സാവൂല. ഒരു കുഞ്ഞ് ഡ്രോയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കുറച്ചും കൂടി നന്നായിട്ട് അറേഞ്ച് ചെയ്യണമെന്നുണ്ട്. നമുക്ക് ഇനിയും വീഡിയോസ് കിടക്കാണല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഭാവിയിലും. പിന്നെ നമ്മൾ ഏതൊരു വീഡിയോയിൽ ഈ കർട്ടൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് നമ്മൾ. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ
വയേഴ്സൊക്കെ ഹിഡൻ ആയിട്ടിരിക്കണേ. അപ്പം അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിയും പിന്നെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ ഈ ടി വിയുടെ അടിയിൽ. ഇതാണ് നമ്മളുടെ ഒരു ടോട്ടലി ഉള്ളൊരു അറേഞ്ച്മെൻറ്റ്. ഇപ്പം ഞാൻ അന്ന് റൂമിൻ്റെ വീഡിയോ കാണിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ടി വി വാങ്ങിച്ചു എന്ന്. അപ്പോൾ നമ്മൾ പുതിയ ടി വി ഇവിടെ ഇതിന് കറക്റ്റ് ആ ഒരു അളവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ വിചാരിച്ചതാണ്. അപ്പോൾ ആ ടി വി ഒന്ന് എന്തെങ്കിലും കേടുവരുമ്പോൾ വാങ്ങിക്കാമെന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ചെറിയ ചെറിയ ഒരു വരകളൊക്കെ വീണു തുടങ്ങി സ്ക്രീനിൽ. പിന്നെ അതിൻ്റെ ശബ്ദവും കുറച്ച് മോശമായി തുടങ്ങി. അപ്പോൾ പിന്നെ വീട്ടിൽ നമ്മൾ റൂമിലിരുന്ന് ടി വി കാണൽ വളരെ കുറവാണ്. അപ്പോൾ ഹാളിൽ തന്നെയാണ് ഇരുന്നത്. ഈ ഒരു പൊസിഷനാണ് എൻ്റെ സ്ഥിരം പൊസിഷൻ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു റിക്ലൈനർ പോലെ മീൻസ് നമുക്ക് ചാരി കിടന്നിട്ട് കാണുന്ന ആ ഒരു പൊസിഷൻ, അവിടെയാണ് കുട്ടികളെല്ലാം മിക്കവാറും ഇരുന്ന് ടി വി കാണാറ്. ഇത് എൻ്റെ ഒരു പൊസിഷനാണ്, നമുക്ക് ഈസി ആയിട്ട് ഇരുന്നിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ അക്വേറിയം അതിൻ്റെ ലൈറ്റ് നമ്മൾ എപ്പോഴും ഒന്നും ഓൺ ആക്കിയിട്ടില്ല. അതെന്തോ പറയും അതിന്, എനിക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല. എല്ലാ ഹസ്ബൻഡാണ് ചെയ്യണേ, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ആൾക്കാരാണ് കൂടുതൽ അറിയുക. പക്ഷെ ലൈറ്റ് ഓണും ആൻഡ് ഓഫ് ഓട്ടോമാറ്റിക് ആയിട്ട് രാത്രി ആവുമ്പോൾ ഓൺ ആൻഡ് ഓഫ് ആവും. അതായത് ഒരു 6 മണിക്ക് ഓൺ ആവും ലൈറ്റ്, 9 മണിക്ക് ഓഫ് ആവും. അതിനുള്ളൊരു പ്രത്യേക സ്വിച്ചാണ് താഴെ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചില്ലേ ഹിഡൻ ആയിട്ടുള്ളത്. അപ്പം അതിലുണ്ട് ആ സ്വിച്ച്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് ടൈമർ പോലെയാണ്, കറക്റ്റ് എല്ലാ ദിവസവും ഒരേ സമയം ഓൺ ആൻഡ് ഓഫ് ആയിക്കോളും. അപ്പോൾ കുറച്ച് നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ഉള്ളിലും പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ പുറത്തും ഈ ഒരു സൈഡിൽ ഈ ഒരു ക്രോക്കറിയുടെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്ഥലമില്ലേ, അവിടെ എനിക്ക് ഒരു അരക്കപ്പം വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭാവിയിൽ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഊഞ്ഞാല് സ്വിങ് ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു കളർ തീമുമായിട്ട് യോജിക്കണ പോലെ ഗ്രീൻ കളർ ഞാൻ കുറെ നോക്കി, ഗ്രീൻ കളർ ഇല്ല. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ വരെ ഉണ്ട്, ബ്ലൂ ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു കളറാണ് നമുക്ക് നമ്മളുടെ ഹാളിലെ തീമുമായിട്ട് കുറച്ച് ബന്ധമുള്ള പോലെ തോന്നിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആമസോണിൽ കുറേ നോക്കി. ഫ്ലിപ്കാർട്ടിൽ എനിക്ക് കുറച്ച് റീസണബിൾ ആയിട്ട് കാശ് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുകയും ചെയ്തു. 150 കിലോഗ്രാം വരെ നമുക്ക് ഇത് താങ്ങും എന്ന് പറയുന്നുണ്ട്. കേട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിയാലും, ഞങ്ങള് 10-11 വർഷം മുമ്പ് ഈ വീട് വാങ്ങുന്ന സമയത്ത് ഞങ്ങളൊരു 3-4 വീട് ഒരേ ദിവസം തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീട്ടിൽ മാത്രമാണ് ഇങ്ങനൊരു ഊഞ്ഞാലിടാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ വീട് സെലക്ട് ചെയ്യാൻ തന്നെ ഒരു വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഊഞ്ഞാല് എന്ന സ്ഥലമായിരുന്നു. അപ്പൊ തന്നെ നമ്മളൊരു ചൂർലിന്റെ ഊഞ്ഞാല് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. എന്നിട്ട് പിന്നെ കിത്തു ഒരു വയസ്സൊക്കെ ആ ഒരു സമയത്ത് നിത്തു ആടുന്ന സമയത്ത് ഈ ചൂരിൽ ചെന്നിട്ട് അവളിനെ ഇടിക്കും അറിയാണ്ട്. ചെറുതല്ലേ, അപ്പൊ ചെറുത് നടക്കുമ്പോ അതിനിതൊന്നും അറിയാത്തോണ്ട് നമ്മളത് വിറ്റിട്ട് സെക്കൻഡ് ഊഞ്ഞാല്, അതായത് നാട്ടിൽ കൊണ്ടുപോയി ഇട്ടു എന്ന് പറഞ്ഞ ആ ഊഞ്ഞാല് വാങ്ങിച്ചത്. അപ്പൊ അതും ഓക്കെ, അത് കുറച്ച് കംഫർട്ടബിൾ വരുന്നു, നല്ലതുമായിരുന്നു. പക്ഷെ അതിനൊരു വടി വരും. ആ ഒരു വടി നമ്മൾ നടന്നു പോണവരുടെ തലയിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇട്ടാവട്ട സ്ഥലമാണല്ലോ, അങ്ങനെ ഭയങ്കര സ്പേഷ്യസ് സ്ഥലമല്ലല്ലോ. അതുകൊണ്ട് അതൊരു ഡേഞ്ചറസ് ആയതുകൊണ്ട് എപ്പോഴും അതൊരു പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ജോലിക്കും പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുട്ടികൾ എന്താ ചെയ്യാനറിയില്ല, ആരെങ്കിലും ആടിയിട്ട് ആരുടെയെങ്കിലും തലയിൽ ഇടിച്ചാലോ എന്ന് പേടിച്ചിട്ട് അത് സ്ഥിരമായിട്ട് നമ്മൾ ഊരി കട്ടിലിൻ്റെ അടിയിൽ വെക്കും. അതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ഒരു റെനോവേഷൻ നടന്നുണ്ടായിരുന്നു നാട്ടില്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ കൊണ്ടുപോയി അത് ഇട്ടു. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു വാങ്ങണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് അവസാനം ആ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത്. അപ്പൊ നമുക്കിനി വേറൊരു നല്ല ക്രിസ്മസ് വീഡിയോ ആയിട്ട് കാണാം.